സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. പദ്ധതിയിലൂടെ 800 കോടിയുടെ അധിക ബാധ്യതയാണ് വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര വനിതാ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഇത് കുടുംബ ബജറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ശമ്പള വർധനവ് വരുന്നത് പോലെയാണ് സൗജന്യ യാത്ര കൊണ്ടുള്ള ഉപകാരമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്, വനിതാ മുന്നേറ്റത്തിന് ഏറ്റവും ശക്തി പകരുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് കേരളത്തിൽ നിന്ന് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്, അംഗീകാരം. ഇത് പലരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് മാധ്യമങ്ങളിൽ കണ്ടില്ല. സ്ഥിരമായി വീട്ടു ജോലിക്ക് പോകുന്ന നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണെങ്കിൽ ആ തുകയ്ക്കിടയിൽ കിട്ടുന്ന തുക കൊണ്ട് ബസ് കൂലി കൊടുക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്നത് വളരെ ചെറിയ തുകയായിരിക്കും. ഇന്ന് നമുക്ക് അത്തരത്തിൽ തൊഴിലിന് പോകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കിട്ടുന്ന പണത്തിൽ ചില്ലിക്കാശ് പോകും ബസ് ചാർജിന് വേണ്ടി കൊടുക്കേണ്ട എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വരുമാനമാണ് ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലുത്. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V. റിനിഷ അധ്യക്ഷയായി. മുൻ MLA P. ഉബൈദുള്ള, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരിസ് ആമിയാൻ, KSRTC ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. ആദ്യ ബസ്സിലെ യാത്രക്കാർക്ക് മലയിൽ ഫുഡ്സ്, സഫ ഗോൾഡ്, വളകിലുക്കം കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.